മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ബാക്കി ഭാഗങ്ങൾ എ ബി എന്ന് പറയുന്ന ഭാഗങ്ങൾ ഏതാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാർക്ക് ചെയ്യണം. അതാണ് എ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് വാട്ട് ഇസ് ദ റോൾ ഓഫ് കിഡ്നീസ് ഇൻ എക്സ്പെല്ലിംഗ് ദ ഇംപ്യൂരിറ്റീസ് ഫ്രം ദ ബോഡി അല്ലെ. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാലിന്യം പുറന്തള്ളുന്നതിൽ നമ്മുടെ വൃക്കയുടെ അല്ലെങ്കിൽ കിഡ്നിയുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്താണ്, അതിന്റെ പങ്ക് എന്താണെന്നാണ് നമ്മൾ പറയേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, യൂറിനറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ യൂറിനറി ഡിസീസസ് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ എഴുതേണ്ടതുണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ആക്ടിവിറ്റി ആണ് അല്ലെ. ആക്ടിവിറ്റിയിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. നമ്മളോട് രണ്ട് ഭാഗങ്ങളെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ യുറേറ്റർ അല്ലെങ്കിൽ മൂത്രവാഹിനെ പറ്റിയായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡർ അല്ലെ, നമ്മുടെ മൂത്രാശയമായിരുന്നു നമ്മൾ മാർക്ക് ചെയ്യേണ്ടിണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ഈ ക്വസ്റ്റനിൽ ഇങ്ങനെ ചോദിച്ചു എന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റനിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പാട്ടായിരിക്കാം നമ്മളടുത്ത് ചോദിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ കിഡ്നി, നമ്മുടെ വൃക്ക നമുക്കറിയാം. അതിന്റെ കൂട്ടത്തിൽ ഇതാ യുറേറ്റർ അല്ലെങ്കിൽ മൂത്രവാഹിയും അതുപോലെ നമ്മുടെ യൂറിനറി ബ്ലാഡറും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഇതാ ഈ കാണുന്ന നമ്മുടെ ആർട്ടറി അല്ലെ, നമ്മുടെ ധമനിയും അതേപോലെ ഇതാ ഇവിടെ കാണുന്നത് നമ്മുടെ വെയിൻ, നമ്മുടെ സിര ആണെന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, മക്കളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇൻ കേസ് അതാണ് ക്വസ്റ്റനിൽ ചോദിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അതും എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പിക്ചർ മാർക്ക് ചെയ്യാനായിട്ട് ചിലപ്പോ അതേപോലെ വരയ്ക്കാനായിട്ട് പൊതുവെ ചോദിച്ചു കാണാറില്ല, പക്ഷേ തന്നിട്ട് അതിനകത്ത് മാർക്ക് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം നമ്മുടെ കിഡ്നിയുടെ പങ്കായിരുന്നു. നമ്മുടെ പുറന്തള്ളുന്ന കാര്യത്തിൽ കിഡ്നിയുടെ റോൾ എന്താണെന്നുള്ളതായിരുന്നു നമ്മളടുത്ത് ചോദിച്ചത്. അപ്പൊ മനസ്സിലാക്കി വെക്കാൻ നമുക്ക് അറിയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. കിഡ്നി എന്ന് പറയുന്നത് എന്താണ്, മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ദ ബോഡി അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് നമ്മുടെ വൃക്ക എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തൊക്കെ കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്, യെസ്, എക്സസ് യൂറിയ, വാട്ടർ ആൻഡ് സോൾട്ട് ഇൻ ദ ബ്ലഡ് ആർ ഫിൽട്ടേർഡ് ആൻഡ് എക്സ്പെൽഡ് ഇൻ ദ ഫോം ഓഫ് യൂറിൻ അല്ലെ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് വരുന്ന യൂറിയ ആവട്ടെ, ജലവും ലവണങ്ങളും ആവട്ടെ, ഒക്കെ നമ്മുടെ ബ്ലഡിൽ ഉള്ളതാണ് അല്ലെ. അപ്പൊ അധികമായിട്ട് വരുന്ന ഇതിനെയൊക്കെ അരിച്ചു മാറ്റിയിട്ട്, യെസ്, നമ്മുടെ ശരീരത്തിൽ അരിപ്പ എന്നൊക്കെയാണ് നമ്മൾ വൃക്കയെ വിളിക്കാറുള്ളത് അല്ലെ. അപ്പൊ അതൊക്കെ അരിച്ചു മാറ്റിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ എന്താണ് യൂറിനിലൂടെ ഇത് എന്ത് ചെയ്യാണ്, പുറന്തള്ളപ്പെടുന്നത്.